എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു പരിപ്പ് രസം ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ കായത്തിന്റെ ഒരു കഷ്ണം അതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഈ വറക്കണ പൊടിക്കണ പരിപാടികൾ ഒരു മസാല നമ്മളിങ്ങനെ പൊടിച്ചെടുക്കും, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈസിയാണ്. ഒരു പരിപ്പെന്ന് പറഞ്ഞാൽ ചെറുവേറ്റും പരിപ്പും തോരപ്പരിപ്പും ഒരുമിച്ച് വേവിക്കുക. അപ്പം ഞാൻ എന്താ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് കറണ്ട് ഇല്ലാത്ത ദിവസമാണ്. അപ്പം ഇന്നൊരു വെറൈറ്റി രസമായിട്ട് പരിപ്പ് രസമാണ്. അപ്പോൾ ഒരേ അളവിൽ എന്താ പറയുക, ഒരു 50 ഗ്രാം തോരപ്പരിപ്പും അതുപോലെ തന്നെ ഒരു 50 ഗ്രാം ചെറുപയർ പരിപ്പ് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കായം ഇതൊന്ന് നല്ലപോലെ മൂക്കട്ടെ. കായം നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ കുരുമുളക്, മല്ലി, ജീരകം, വറ്റൽമുളക്. ഇനി ഇത് ഓഫ് ചെയ്ത് വെക്കാം. ചൂടാറി കഴിയുമ്പോൾ നല്ലപോലെ പൊടിച്ചെടുക്കാം. നമുക്കിപ്പോൾ മിക്സി ഇല്ലാത്തതുകൊണ്ട് കല്ലിൽ തന്നെ പൊടിക്കണം. മിക്സി ഇല്ലായ മീൻസ് കറണ്ട് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. തക്കാളി ഞാനൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം സൈസ് തക്കാളി, കറിവേപ്പില, പിന്നെ തൊലിയോട് കൂടിയുള്ള വെളുത്തുള്ളിയാണ്. നല്ലപോലെ കഴുകിയിട്ട് ആ മോൾവശം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ലപോലെ ചതച്ചെടുത്തതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിയില, നമ്മൾ പൊടിച്ച മസാല, അതായത് കട്ടിക്കായം, കുരുമുളക്, മല്ലി, ജീരകം, വറ്റൽമുളക്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഉണ്ടല്ലോ കയ്യോണ്ട് നല്ലപോലെ ഒന്ന് എന്താ പറയാ തിരുമ്മിയെടുക്കണം. ഇത് മിക്സിയിലിട്ട് കറക്കിയാൽ ശരിയാവില്ല. മിക്സിയിലിട്ട് കറക്കിയാൽ ഇതൊക്കെ കൂടെ അങ്ങ് അരഞ്ഞു പോകും. കൈകൊണ്ട് തന്നെ ചെയ്യണം. കണ്ടോ, നല്ലപോലെ ഉടഞ്ഞു. ഇനി നമുക്കിതിലേക്ക് പുളിയാണ് ഒഴിക്കുന്നത്. നമ്മൾ പുളിയും ചേർത്തു. ഇതാ കുക്കറൊന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് തോരപ്പരിപ്പ്, ഇത് ചെറുപയറിന്റെ പരിപ്പ്. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതാ ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ചേർക്കണത്. കഷ്ണം ശർക്കര. ഇതൊന്ന് നല്ലപോലെ തിളയ്ക്കണം. സാധാരണ രീതിയിൽ രസം വെക്കുമ്പോൾ തിളപ്പിക്കാറില്ല. ഇതിപ്പോൾ പുളിയൊക്കെ നമ്മളിങ്ങനെ ഇപ്പം ചേർത്തിട്ടല്ലേ ഉള്ളൂ. അപ്പം അതിൻ്റെയൊക്കെ പച്ചവാസന പോണം. അപ്പം നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. ഇനി ഇതിങ്ങനെ പതഞ്ഞ് വരുമ്പോൾ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 സ്പൂൺ സാമ്പാർ പൊടി ഇങ്ങനെ ഇട്ട് കൊടുത്താലും, ഇപ്പൊ ചേർത്ത സാധനങ്ങളൊക്കെ തന്നെയാണ്, ഇത്തിരിയും കൂടെ വാസന കൂടുതലാണ്. ഇവിടെ പിന്നെ സാമ്പാർ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കാറില്ല. തിളക്കില്ല. പിന്നെ പതഞ്ഞ് വന്നു തുടങ്ങി. മല്ലിയില, ലാവിഷായിട്ട് മല്ലിയില കൂടെ ചേർക്കാം. രസത്തിൽ മാത്രം മല്ലിയില ഇട്ടാൽ എനിക്ക് മടുക്കുകയില്ല. വേറെ കൂട്ടാനില് സാമ്പാറിലാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, ബാക്കി ഒന്നും ഇടാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ രസം റെഡിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല വാസനയുണ്ട്, നല്ല ടേസ്റ്റും. അപ്പൊ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്തേ.